നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ജൂലൈയിലെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞു നേരത്തെ, അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്നാണ്. കേരള സംസ്ഥാനമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ഉത്തരം അലക്സാണ്ടർ തോമസ് ആണ്. ഉത്തരം അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ഉത്തരം അലക്സാണ്ടർ തോമസ് ആണ്. അടുത്ത ചോദ്യം കേരളത്തിന്റെ പുതിയ ലോകായുക്ത ആരെന്നാണ്. ജസ്റ്റിസ് സിറിയക് ജോസഫ്, ജസ്റ്റിസ് മാത്യു പി ജോസഫ്, ജസ്റ്റിസ് കെ ബഷീർ, ജസ്റ്റിസ് എൻ അനിൽകുമാർ. ഉത്തരം ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. അപ്പൊ കേരളത്തിന്റെ പുതിയ ലോകായുക്ത ആരെന്ന് ചോദിച്ചാല് ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പറ്റി ഒരുപാടടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഉത്തരം കേരളമാണ്. കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഈ രോഗത്തിന് ഒരു സംസ്ഥാനം മാർഗരേഖ പുറത്തിറക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വര പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത്. പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നും അറിയപ്പെടുന്ന രോഗമാണിത്. നെഗ്ലേരിയ ഫൗലേറിയല്ല, വെർമമീബ, വെർമിഫോറസ് എന്നീ അമീബകളാണ് ഇതിന് കാരണം. അപ്പോ ഇന്ത്യയിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഉത്തരം കേരളമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024 ജൂലൈയിൽ നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം എല്ലാവർക്കും അറിയാം, മലപ്പുറമാണ്. മലപ്പുറത്ത് നിപ്പ വൈറസ് ബാധിച്ച പ്രദേശം ഏതാണെന്ന് പാണ്ടിക്കാട് പഞ്ചായത്താണ്. ആദ്യമായി കേരളത്തില് 2018 പേരാമ്പ്രയിൽ, കോഴിക്കോട്. ഇത് 5ാം തവണയാണ് കേരളത്തിലെ നിപ്പ ബാധിക്കുന്നത്. അപ്പൊ അതിന്റെ രോഗകാരി ഹെനിപ്പ വൈറസ് ജനുസിലെ പാരമിക്സോ വിർഡോ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ് ഇത് വരുത്തുന്നത്. അപ്പോൾ 2024 ജൂലൈയിൽ നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ മലപ്പുറമാണ്. മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്താണ്. അപ്പോൾ ആദ്യമായിട്ട് വന്നത് 2018 ഇപ്പൊ വന്നിരിക്കുന്ന 2024 5ാം തവണയാണ്. രോഗകാരി ഹെനിപ്പ വൈറസ് ജനുസിൽപ്പെട്ട പാരമിക്സോ വിർഡോ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 നടന്ന യുനെസ്കോ പൈതൃക സമിതിയുടെ 46ാമത് ആഗോള സമ്മേളനത്തിന്റെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. ജനീവ, ന്യൂഡൽഹി, കാഠ്മണ്ഡു, ഇസ്താംബുൾ. ഉത്തരം ന്യൂഡൽഹിയാണ്. 2024 നടന്ന യുനെസ്കോ ലോക പൈതൃക സമിതിയുടെ 46ാമത് ആഗോള സമ്മേളനത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപമാണ് സമ്മേളന വേദി. ഇത് 46ാമത്തെ സമ്മേളനമാണ് 2024 നടത്തുന്നത് യുനെസ്കോയാണ്. ആദ്യമായാണ് ഇന്ത്യയില് ഒരു ലോക പൈതൃക സമ്മേളനത്തിന് വേദിയാകുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ലോക പൈതൃക സമിതിയുടെ സമ്മേളനത്തിന് വേദിയാകുന്നത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ 2024 നടന്ന യുനെസ്കോ പൈതൃക സമിതിയുടെ 46ാമത് ആഗോള സമ്മേളനത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം നോക്കാം. പോലീസുകാരുടെയും കുടുംബാംഗങ്ങളുടെയും ഔദ്യോഗികവും വ്യക്തിപരവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. നിഴൽ, സുരക്ഷിതം, ഹാഡ്സ്, കാവൽ കരുതൽ പദ്ധതി. ഉത്തരം കാവൽ കരുതൽ പദ്ധതിയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? പോലീസുകാരുടെയും കുടുംബാംഗങ്ങളുടെയും ഔദ്യോഗികവും വ്യക്തിപരവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കാവൽ കരുതൽ പദ്ധതിയാണ്. 2024 ജൂലൈയിൽ തീപിടുത്തം മൂലം നാശനഷ്ടമുണ്ടായ ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ചോദ്യം. INS ബ്രഹ്മപുത്ര, ബിയാസ്, ബെത്വ, ഗോദാവരി. ഉത്തരം ബ്രഹ്മപുത്രയാണ്. ഇപ്പൊ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. 2024 ജൂലൈയിൽ തീപിടുത്തം മൂലം നാശനഷ്ടം ഉണ്ടായ ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം INS ബ്രഹ്മപുത്രയാണ്.
ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കപ്പലാണ് INS ബ്രഹ്മപുത്ര. ഇന്ത്യൻ നേവിയുടെ ബ്രഹ്മപുത്ര ക്ലാസ്സിൽ ഉൾപ്പെടുന്ന കപ്പലാണിത്. INS ബ്രഹ്മപുത്ര നാവികസേനയുടെ ഭാഗമായ വർഷം 2000 ബ്രഹ്മപുത്ര ക്ലാസ്സിൽ ഉൾപ്പെട്ട നാവികസേനയുടെ മറ്റു കപ്പലുകൾ INS ബ്രഹ്മപുത്ര, INS ബെത്വ, INS ബിയാസ്. അപ്പോൾ തീപിടുത്തം ഉണ്ടായത് INS ബ്രഹ്മപുത്രയ്ക്കാണ്. 1952 തിരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റ് നിലവിൽ വന്ന ശേഷം തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. നിർമ്മല സീതാരാമൻ, ചിദംബരം, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി. ഉത്തരം നിർമ്മല സീതാരാമനാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് എന്നാണ്. തുടർച്ചയായി, ആ വാക്ക് ശ്രദ്ധിക്കുക, തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആര് എന്നാണ്. നിർമ്മല സീതാരാമനാണ് ഉത്തരം. തുടർച്ചയായി 7 ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. മൊറാർജി ദേശായിയുടെ 6 ബജറ്റ് എന്ന റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നപ്പോ. അതുവരെ ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു 6 തവണ. ഇപ്പോ 7 തവണയായി നിർമ്മല സീതാരാമൻ. പക്ഷെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായിയാണ്. 10 ബജറ്റാണ് മൊത്തം. തുടർച്ചയായല്ല, മൊത്തത്തിൽ 10 ബജറ്റ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്, 7 ബജറ്റുകൾ. അടുത്ത ചോദ്യം, അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം നടത്തുന്ന പദ്ധതി ഏതാണ്? സൗഹൃദം, മലയാള മേന്മ, എന്റെ മലയാളം പദ്ധതി, റോഷ്നി പദ്ധതി. ഉത്തരം റോഷ്നി പദ്ധതിയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം നടത്തുന്ന പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം റോഷ്നി പദ്ധതിയാണ്. അടുത്ത ചോദ്യം, 2024-25 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എടുത്ത സമയമാണ് ചോദിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ 25 മിനിറ്റ്, 2 മണിക്കൂർ 10 മിനിറ്റ്, 1 മണിക്കൂർ 50 മിനിറ്റ്, 1 മണിക്കൂർ 10 മിനിറ്റ്. ഉത്തരം 1 മണിക്കൂർ 25 മിനിറ്റ് ആണ്. അപ്പോ ബജറ്റ് 2024-25 ബജറ്റ് അവതരിപ്പിക്കാൻ എടുത്ത സമയമാണ് 1 മണിക്കൂർ 25 മിനിറ്റ് ആണ്. അടുത്ത, ബജറ്റ് വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണെന്നാണ് ചോദിച്ചത്. B4 ബജറ്റ്, യൂണിയൻ ബജറ്റ്, ഇൻക്രെഡിബിൾ ഇന്ത്യ, ഭാഷിണി. ഉത്തരം യൂണിയൻ ബജറ്റ് ആണ്. നമുക്ക് ബജറ്റിനെ കുറിച്ച് കാര്യങ്ങൾ നോക്കാം. ബജറ്റ് അവതരിപ്പിച്ച ദിവസം 2024 ജൂലൈ 23 അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. സമയം 1 മണിക്കൂർ 25 മിനിറ്റ്. ധനകാര്യ ബജറ്റ് വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് യൂണിയൻ ബജറ്റ് ആണ്. ബജറ്റിന്റെ പ്രമേയം നെക്സ്റ്റ് ജനറേഷൻ റീഫോംസ് 2024-25 ബജറ്റ് എസ്റ്റിമേറ്റ്. മൊത്തം വായ്പേതര നികുതി വരുമാനം 32.07 ലക്ഷം കോടി രൂപയാണ്. ആകെ ചെലവ് 48.21 ലക്ഷം കോടി രൂപ. അറ്റനികുതി വരുമാനം 25.83 ലക്ഷം കോടി രൂപ. ധനക്കമ്മി ലക്ഷ്യമിടുന്നത് GDP-യുടെ 4.9%. അപ്പോ അത് ഓർത്തു വെച്ചേക്കുക, 4.9% ആണ്. അപ്പൊ ഇതൊക്കെ ജൂലൈ 23 അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 1 മണിക്കൂർ 25 മിനിറ്റ് ആണ്. ആപ്പ് യൂണിയൻ ബജറ്റ് ആണ്. GDP-യുടെ 4.9% ധനക്കമ്മി ലക്ഷ്യമിടുന്നത്. അടുത്ത ചോദ്യം, ഒളിമ്പിക് ഷൂട്ടിംഗിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷൂട്ടിംഗിലാണ് മനു ഭാക്കർ, ഇഷ സിംഗ്, രമിത ജിൻഡാൽ, ആഷി ചോക്സി. എല്ലാവർക്കും അറിയാം, ആൻസർ മനു ബക്കർ ആണ്. ഹരിയാന സ്വദേശിയാണ്. ഷൂട്ടിംഗ് താരമായ മനു ബക്കർ വെങ്കല മെഡലാണ് നേടിയത്. 10 മീറ്റർ എയർ പിസ്റ്റളില് വെങ്കലമാണ്. ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ്. ഷൂട്ടിംഗിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനു ബക്കർ. അപ്പൊ ഷൂട്ടിംഗിൽ മെഡൽ നേടിയ ബാക്കി താരങ്ങൾ കൂടെ നോക്കാം. രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് 2024 ഏതനിലായിരുന്നു, വെള്ളി. അഭിനവ് ബിന്ദ്ര 2008 ബെയ്ജിങ് ഗോൾഡ് ആയിരുന്നു. വിജയ് കുമാർ 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെള്ളി. ഗഗൻ നാരംഗും 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ്. അടുത്ത, 2024 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ. 2024 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ എന്നാണ്. ജൂലൈ 28 ഹെപ്പറ്റൈറ്റിസ് ദിനം. പ്രമേയം ഇറ്റ്സ് ഫോർ ആക്ഷൻ. ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത് ലോകാരോഗ്യ സംഘടനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉൾനാടൻ ജലയാനങ്ങളുടെ രജിസ്ട്രേഷനും സർവേക്കും വേണ്ടി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതെന്നാണ്. ഉൾനാടൻ ജലയാനങ്ങളുടെ രജിസ്ട്രേഷനും സർവേക്കും വേണ്ടി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഉത്തരം കേരളമാണ്.
അടുത്ത ചോദ്യം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി ആരെന്നാണ്? പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി ആരെന്നാണ് ചോദ്യം. കൈലാഷ്നാഥൻ, ശ്രീധരൻപിള്ള, ആനന്ദ് ബോസ്, സെൻകുമാർ. ഉത്തരം കൈലാഷ്നാഥനാണ്. ഇപ്പൊ കുറച്ച് ബാക്കി ഗവർണറിന്റെ പുതിയ നിയമനങ്ങൾ കൂടെ ഉണ്ട്. CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയാണ്, ജിഷ്ണുദേവ് വർമ്മ തെലങ്കാന, ഓം പ്രകാശ് മാത്തൂർ സിക്കിം, സന്തോഷ് ഗാംഗ്വാർ ജാർഖണ്ഡ്, രമൺ ദേഗ ഛത്തീസ്ഗഡ്, ഹരിബാവു കിസാൻ റാവു ബാഗ്ഡെ രാജസ്ഥാൻ, CH വിജയശങ്കർ മേഘാലയ, ഗുലാബ് ചന്ദ് കട്ടാരി പഞ്ചാബ് ആൻഡ് ചണ്ഡീഗഡ്, ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ആസാം, മണിപ്പൂർ അധിക ചുമതലയാണ്. അപ്പോ പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ആണെന്ന് ചോദിച്ചാൽ കൈലാഷ്നാഥനാണ്. ബാക്കി പുതിയ ഗവർണർ കൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടീം നേടിയതാര്? കിരീടം നേടിയതാരെന്നാണ് ചോദ്യം. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഉത്തരം ശ്രീലങ്കയാണ്. റണ്ണറപ്പ് ഇന്ത്യയാണ്. അപ്പോ 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് കിരീടം നേടിയതാരെന്ന് ചോദിച്ചാൽ ശ്രീലങ്കയാണ്. റണ്ണറപ്പ് ഇന്ത്യയാണ്. ശ്രീലങ്കൻ വനിതാ ടീമിന്റെ ആദ്യ ഏഷ്യ കപ്പ് കിരീട നേട്ടമാണിത്. ടൂർണമെന്റിലെ താരം ചമരി അട്ടപ്പട്ടു ആണ്. ശ്രീലങ്കൻ താരമാണ്. കൂടുതൽ റൺസ് നേടിയതും ചമരി അട്ടപ്പട്ടു ആണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ദീപ്തി ശർമ്മയാണ്. ഇന്ത്യ. മത്സരങ്ങൾക്ക് വേദിയായത് ശ്രീലങ്കയാണ്. 2024 ജൂലൈയിലെ ഗാന്ധിജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം ഏതെന്നാണ് ചോദ്യം. 2024 ജൂലൈയിൽ ഗാന്ധിജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം ഏത്? ജപ്പാൻ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഉത്തരം ജപ്പാനാണ്. ജപ്പാനിലെ ടോക്കിയോയിലുള്ള ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന എഡോഗാവയിലെ ഫ്രീഡം പ്ലാസയിലാണ് ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത്. അനാച്ഛാദനം ചെയ്തത് ജയശങ്കർ ആണ്. കേന്ദ്രമന്ത്രിയായ ജയശങ്കർ ആണ് അനാച്ഛാദനം ചെയ്തത്. അപ്പോ ഗാന്ധിജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. അടുത്ത ചോദ്യം, അനധികൃതമായി നഗരത്തിലെ നടപ്പാതകൾ കയ്യേറി വഴിയോര കച്ചവടം നടത്തുന്നവർക്കെതിരെയും അനധികൃത പാർക്കിംഗ് നടത്തുന്നവർക്കെതിരെയും ആരംഭിച്ച ഓപ്പറേഷൻ ഏതെന്നാണ്? ബ്രേക്ക് ത്രൂ, കൊക്കൂൺ, ഫുട്പാത്ത്, ഒലീവിയ. ഉത്തരം ഫുട്പാത്ത് ആണ്. ഓപ്പറേഷൻ ഫുട്പാത്ത്. അതായത് അനധികൃതമായി നഗരത്തിലെ നടപ്പാതകളിലൊക്കെ കച്ചവടം നടത്തുകയും പാർക്കിംഗ് ചെയ്യുന്നവർക്കെതിരെയുമായിട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഫുട്പാത്ത്. അടുത്ത, ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് മിൽറ്റിഫോസിൻ എന്ന മരുന്ന് ജർമ്മനിയിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തതെന്നാണ് ചോദ്യം. ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് മിൽറ്റിഫോസിൻ എന്ന മരുന്ന് ജർമ്മനിയിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത്? നിപ്പ, മലേറിയ, ഡെങ്കിപ്പനി, അമീബിക് മസ്തിഷ്ക ജ്വരം. ഉത്തരം അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. ഇപ്പാവിഡോ എന്ന പേരിലാണ് മരുന്ന് വിപണിയിൽ എത്തിക്കുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നാണ് മിൽറ്റിഫോസിൻ. ലോകാരോഗ്യ സംഘടനയുടെ ആവശ്യ മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് മിൽറ്റിഫോസിൻ. അപ്പോ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്ത മരുന്നിന്റെ പേരാണ് മിൽറ്റിഫോസിൻ. അടുത്ത ചോദ്യം, കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ പഠനം കേന്ദ്രമാക്കി മാറ്റുക, വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക എന്നിവ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം സ്റ്റഡി ഇൻ കേരളയാണ്. അതായത് കേരളത്തിന് പുറത്തേക്ക് എല്ലാവരും പോകുന്നത് കൊണ്ട് കേരളത്തിനകത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റഡി ഇൻ കേരള. പുറത്തും വിദേശത്തുമുള്ള വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് കേരളത്തിലേക്ക് എത്തിക്കുക, കേരളത്തിൽ നിന്ന് വിദേശത്തിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിംഗിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആര് എന്നാണ്? ഉത്തരം സ്വപ്നിൽ കുശാൽ ആണ്. സ്വപ്നിൽ കുശാല മഹാരാഷ്ട്ര സ്വദേശിയാണ്. വെങ്കല മെഡലാണ് നേടിയത്. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിംഗില് വെങ്കല മെഡലാണ് നേടിയത്. ഈ വിഭാഗത്തില് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ താരമാണ് ഇദ്ദേഹം. അപ്പോ ഒളിമ്പിക്സ് പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലെ ഷൂട്ടിംഗില് വെങ്കല മെഡൽ നേടിയത് ആരെന്നാണ് ചോദ്യം. സ്വപ്നിൽ കുശാലയാണ് ഉത്തരം. 2024 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? ഡോക്ടർ എസ് സോമനാഥ്, ടി പത്മനാഭൻ, ഗോകുലം ഗോപാലൻ, MS ഫൈസൽ ഖാൻ. ഉത്തരം ടി പത്മനാഭനാണ്. അപ്പൊ 2024 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്ന് ചോദിച്ചാല്
ടി പത്മനാഭനാണ്. പുരസ്കാര തുക 5000 രൂപയാണ്. 2023 പുരസ്കാര ജേതാവ് MS ഫൈസൽ ഖാനാണ്. പുരസ്കാരം നൽകുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ആണ്. അപ്പോ പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. ഇന്ത്യയിൽ ആദ്യമായി സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാല് കേരളം, തമിഴ്നാട്, UP, മഹാരാഷ്ട്ര. ഉത്തരം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. വ്യവസായിക സൗഹൃദ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി ഓരോ ജില്ലകളുടെയും റാങ്കിംഗ് നടത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. തയ്യാറാക്കുന്നത് കേരള വ്യവസായ വാണിജ്യ വകുപ്പാണ്. അപ്പൊ ആദ്യമായിട്ട് സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആരെന്നാണ് ചോദ്യം. രേഖ ശർമ്മ, നീന സിംഗ്, പ്രീതി സുദൻ, രശ്മി ശുക്ല. ഉത്തരം പ്രീതി സുദൻ ആണ്. അപ്പൊ UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആര്? പ്രീതി സുദൻ. 2025 പുരുഷ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം. 2025 പുരുഷ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഏതെന്നാണ് ചോദിച്ചാൽ ബംഗ്ലാദേശ്, UAE, ഇന്ത്യ, ശ്രീലങ്ക. ഉത്തരം ഇന്ത്യയാണ്. അതുപോലെ തന്നെ 2027 ഏഷ്യ കപ്പ് ഏകദിന ക്രിക്കറ്റിന് വേദിയാകുന്നത് ബംഗ്ലാദേശ് ആണ്. 2023 ഏഷ്യ കപ്പ് ഏകദിന ക്രിക്കറ്റിന് വേദിയായത് പാകിസ്ഥാൻ, ശ്രീലങ്കയാണ്. അപ്പൊ 2025 പുരുഷ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒന്നുകൂടെ നോക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. കേരളത്തിന്റെ പുതിയ ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ. ഇന്ത്യയിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട പ്രത്യേക സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കിയത് കേരളം. നിപ്പ വൈറസ് ബാധിച്ചത് മലപ്പുറം. യുനെസ്കോ ലോക പൈതൃക സമിതിയുടെ ആഗോള സമ്മേളനത്തിന്റെ വേദി ന്യൂഡൽഹി. പോലീസുകാരുടെയും കുടുംബാംഗങ്ങളുടെയും ഔദ്യോഗികവും വ്യക്തിപരമായ മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ആരംഭിച്ച പദ്ധതി കാവൽ കരുതൽ. 2024 ജൂലൈയിൽ തീപിടുത്തം മൂലം നാശനഷ്ടം ഉണ്ടായ ഇന്ത്യൻ നാവികസേന കപ്പൽ INS ബ്രഹ്മപുത്ര. ഏറ്റവും തുടർച്ചയായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? നിർമ്മല സീതാരാമൻ 7 തവണ. സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷ പഠനവും ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി റോഷ്നി പദ്ധതി. ബജറ്റിന്റെ ടൈം 1 മണിക്കൂർ 25 മിനിറ്റ്. ബജറ്റിന്റെ ആപ്പ് യൂണിയൻ ബജറ്റ്. ആദ്യമായി ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയത് മനു ബക്കർ. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം ഇറ്റ്സ് ടൈം ഫോർ ആൻ ആക്ഷൻ. ഉൾനാടൻ ജലായനങ്ങളുടെ രജിസ്ട്രേഷനും സർവേക്കും വേണ്ടി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാഷ്നാഥൻ. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് കിരീടം നേടിയതാരെന്ന് ചോദിച്ചാൽ ശ്രീലങ്ക. ഗാന്ധിജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ജപ്പാൻ. പിന്നെ അനധികൃതമായി നഗരത്തിലെ നടപ്പാതകൾ കയ്യേറി വഴിയോര കച്ചവടം നടത്തുന്നവർക്കെതിരായി പാർക്കിംഗ് നടത്തുന്നവർക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ ഏതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ വുഡ്പാത്ത് ആണ്. മിലിറ്ററി ഫോഴ്സിൻ ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ പഠന കേന്ദ്രമാക്കി മാറ്റുക, വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക തുടങ്ങിയ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ സ്റ്റഡി ഇൻ കേരളയാണ്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിംഗിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാരെന്ന് ചോദിച്ചാൽ സ്വപ്നിൽ കുശാലാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ടി പത്മനാഭനാണ്. ഇന്ത്യയിൽ ആദ്യമായി സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആര്? പ്രീതി സുദൻ. 2025 പുരുഷ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. അപ്പൊ ഇത്രയാണ് ജൂലൈ പാർട്ട് 2 ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോ എല്ലാവരും എല്ലാം ഒന്നുകൂടെ നോക്കി പഠിക്കുക. താങ്ക് യു.